പിതാവ് ആയ ദൈവം മനുഷ്യനുമായിട്ട് രമ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ആ രമ്യത എവിടെയായിരുന്നു? ആ ബെത്ലഹേമിലെ പുൽക്കൂട്ടിലായിരുന്നോ? അല്ല. ആ കാൽവരി കുരിശേല് യേശു ക്രിസ്തു ഒരു യാഗമായിട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും, നമ്മൾക്കല്ല, ഫോർ യു യെസ്, ഫോർ ഇൻഡിവിജ്വലി നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി മരിച്ചപ്പോൾ പിതാവ് മനുഷ്യനുമായിട്ട് രമ്യപ്പെട്ട് കഴിഞ്ഞു. നൗ ഇറ്റ് ഈസ് ഫോർ അസ്. നമ്മൾക്ക് പിതാവുമായിട്ട് രമ്യപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനാണ് പുത്രനെ യേശുവിനെ തന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം തന്നിരിക്കുന്നത്. നമുക്കറിയാം 2 തിമോത്തി 3-ാമത്തെ അധ്യായം 16-17 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ഓൾ സ്ക്രിപ്ചർ ഇസ് ഗിവൺ ബൈ ഇൻസ്പിറേഷൻ ഓഫ് ഗോഡ്. ഇറ്റ് ഇസ് സ്പിരിറ്റ് ബ്രീത്ഡ്. ഇറ്റ് ഇസ് ഗിവൺ ഫോർ ഡോക്ട്രിൻ, ഫോർ റിപ്രൂഫ്, ഫോർ റിബ്യൂക്കിംഗ്, ഫോർ കറക്ഷൻ ആൻഡ് ഫോർ ഇൻസ്ട്രക്ഷൻ ഇൻ റൈച്ചസ് ലിവിങ്, സോ ദാറ്റ് ദ മാൻ ഓഫ് ഗോഡ് മേ ബി കംപ്ലീറ്റ്. അപ്പം ഒരു ദൈവ മനുഷ്യൻ പൂർണ്ണതയിലേക്ക് വരുന്നത് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ മാത്രമാണ്. ഒന്ന് വായിക്കാവോ? എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ ഒരു തികഞ്ഞ വ്യക്തിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ആ പൂർണ്ണതയിലേക്ക് നമുക്ക് വരാൻ പറ്റുകയുള്ളൂ. നമ്മൾ തീരുമാനിക്കുന്ന ചില പൂർണ്ണതകളുണ്ട്. ഇന്നത് ചെയ്താൽ ദൈവത്തിന് തൃപ്തികരമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊരു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൂർണ്ണതയിൽ വരുമായിരിക്കും എന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടായിരിക്കും. എങ്കിലും ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ പൂർണ്ണതയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ്. ദാറ്റ് ഇസ് വൈ ദ വേർഡ് ഓഫ് ഗോഡ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്, ദാറ്റ് റൈറ്റ് ബിലീവിങ് പ്രൊഡ്യൂസസ് റൈറ്റ് ലിവിങ്. ശരിയായ ഒരു വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ശരിയായ ഒരു ജീവിതം നയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ടുള്ള ഒരു ജീവിതമായിരിക്കണം. നമുക്കറിയാം, ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24-ാമത്തെ വചനത്തിൽ അവിടെ പറയുന്നുണ്ട്, യാക്കോബാണോ ദൈവമായിട്ട് മത്സരിച്ചത്? നമുക്കറിയാമല്ലോ, യാക്കോബ് തിരികെ വരുന്ന അവസരത്തിൽ ഇസ്സാവിനെ പേടിച്ച് യാക്കോബിൻ്റെ ഭാര്യമാരെയും പിള്ളാരെയും സ്വത്തുമൊക്കെ വിട്ടിട്ട് അവിടെ ദൈവമായിട്ട് ഒരു കൂട്ടുമുട്ടൽ ഉണ്ടാകുകയാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒരു മത്സരം നടന്നു. യഥാർത്ഥം ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കാവത്. അവരെ അക്കരെ കടത്തിയ ശേഷം തനിക്കുള്ളതൊക്കെയും അക്കരെ എത്തിച്ചു. യാക്കോബ് തനിയെ ശേഷിച്ചു. ഒരു പുരുഷൻ നേരം പുലരുന്നതുവരെ അവനോട് മൽപ്പിടുത്തം നടത്തി. അപ്പോൾ ആരാണ് മൽപ്പിടുത്തം നടത്തിയത്? യാക്കോബ് അല്ല ദൈവമായിട്ട് റെസ്ൽ ചെയ്തത്. On the contrary, it was God was wrestling with Jacob. Are you with me? God was wrestling with Jacob and not Jacob with God. കാരണം ദൈവത്തിന് അവിടെ അവനെ അനുഗ്രഹിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. യാക്കോബ് തിരികെ പോവുകയാണ്. ദൈവത്തിന് യാക്കോബ് ഉണ്ടാകുന്നതിന് മുമ്പ്, ദൈവം ഈ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് മുഴുവൻ യാക്കോബിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് അറിയാം. അപ്പോൾ ദൈവത്തിന് അവിടെ യാക്കോബിനെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ യാക്കോബ് സമ്മതിക്കുന്നില്ല. സോ ഹി വാസ് റെസ്ലിംഗ്. ഗോഡ് വാസ് റെസ്ലിംഗ് വിത്ത് ജേക്കബ് സോ ദാറ്റ് ഹി ക്യാൻ ബ്ലെസ് ഹിം. ആർ യു വിത്ത് മീ? അവിടെ യാക്കോബ് അവൻ്റെ സ്വന്തം പ്ലാനുകളും അവൻ്റെ സ്വന്തം പദ്ധതികളും വെച്ചിട്ട് എങ്ങനെയാണ് ഇസ്സാവുമായിട്ട് ഒരു വിജയം ഉണ്ടാകുക. ഇസ്സാവിൻ്റെ കൂട്ടുമുട്ടലിൽ അവർ പിരിഞ്ഞ ഏത് അവസ്ഥയിലാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തിരികെ കാണുമ്പോൾ ഇസ്സാവിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും അവനറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്സാവ് അവനെ വന്നിട്ട് ആക്രമിക്കുമെന്നും അങ്ങനെ ഭയപ്പെട്ട് അവൻ, അതുകൊണ്ടാണ് ഈ തന്ത്രപൂർവമായിട്ട് അവൻ്റെ ഉള്ളതെല്ലാം, സ്വത്തുക്കളെല്ലാം അവൻ മാറ്റി വെച്ചിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവം അവരുമായിട്ട് റെസ്ൽ ചെയ്യാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളുമായിട്ട് ഗോഡ് ഇസ് റെസ്ലിംഗ് വിത്ത് us. അവിടെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആ മത്സരം ഒരവസ്ഥയിൽ ചെന്നിട്ട് ജേക്കബ് ഇസ് നോട്ട് ഗിവിങ് അപ്പ്. ഹി ഈസ് നോട്ട് അലൗവിങ് ഗോഡ് ടു വർക്ക് ഇൻ ഹിസ് ലൈഫ്. ദൈവം അവനെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് അവിടെ ഒരു മുൻകൈ കിട്ടുവാനും അവൻ്റെ മുകളിൽ ഒരു ആധിപത്യം കിട്ടുവാനും ജേക്കബ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം 25-ാമത്തെ വചനം പറയുന്നുണ്ട്. എന്താണെന്ന് വായിക്കാമോ?
അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സത്യം. അത് ദൈവത്തിൻ്റെ ദൂതൻ തന്നെയാണ് അവിടെ മത്സരിക്കാൻ വന്നത്. ആ ദൂതന് ഈ മത്സരത്തിൽ ഒരു വിജയമുണ്ടാകാൻ ഒരു പ്രയാസവുമില്ല. എങ്കിലും യാക്കോബ് വാസ് നോട്ട് ഗിവിങ് അപ്പ്. അപ്പോൾ ആ ദൂതൻ ഒരു കാര്യം ചെയ്തു. എന്താണ്? അവൻ അവൻ്റെ ഇടുപ്പിൽ തൊട്ടു. ആകയാൽ മൽപ്പിടുത്തത്തിനിടയിൽ അവൻ്റെ ഇടുപ്പ് ഉളുക്കി. See, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നതാണ്, when you wrestle with God, when you are not allowing God to work in your life, something happens. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പിന്നെ അറിയാം, എനിക്ക് പിന്നെ ആശ്രയം ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. Are you with me? അവിടെ ആദ്യം ദൈവം അവനുമായിട്ട് റെസ്ൽ ചെയ്യായിരുന്നു. He was not giving up to God. അപ്പം ദൈവം അവൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം പ്രവർത്തിച്ചപ്പോൾ അവന് മനസ്സിലായി, ഇനി എനിക്ക് ഈ ചട്ട് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല, എൻ്റെ ദൈവത്തിന് മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വിടുകയില്ല, നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. ബാക്കി വായിച്ചേ. അപ്പോൾ ആ പുരുഷൻ നേരം പുലരുന്നതിനാൽ എന്നെ പോകുവാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ല അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നവൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പല വ്യക്തികളുടെയും പ്രിയപ്പെട്ടവരെ, ആ ദൈവം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ആ ദൈവമായിട്ട് നമ്മൾ മൽപ്പിടുത്തം പിടിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അത് ദൈവം നമ്മളെ ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, അതിനുപരി ദൈവത്തിൽ നമ്മുടെ ആശ്രയം കൂടുവാൻ വേണ്ടിയാണ്. അങ്ങനെ അവസ്ഥകൾ പല വ്യക്തികളും പല അവരുടേതായ പ്ലാനും പദ്ധതികളും ഒക്കെ നടത്തി നോക്കിയിട്ട് അതൊന്നും നടക്കുന്നില്ല എന്ന് കഴിയുമ്പോൾ ഒടുക്കം ദൈവത്തോട് പറയും, ദൈവമേ, ഞാൻ നിന്നെയാണ് ആശ്രയിക്കുന്നത്, എനിക്ക് വേറെ ആശ്രയമില്ല, അതുപോലെ നീ എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ചെയ്തതാണ് യാക്കോബിനെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അടുത്ത വചനങ്ങൾ നമുക്കറിയാം, വായിച്ച് കേൾക്കുന്നുണ്ട്. ദൈവം ചോദിക്കുകയാണ്, നിന്റെ പേരെന്താണെന്ന്. അവൻ പറയുകയാണ്, ഞാൻ യാക്കോബാണ്. യാക്കോബ് എന്ന് പറയുന്നത് ചതിയനാണ്, ഈസ് എ ഡിസീവർ. അപ്പോൾ ദൈവം അവനൊരു പുതിയൊരു നാമം കൊടുക്കുകയാണ്, ഇസ്രായേൽ എന്ന്. ഇസ്രായേൽ എന്ന് പറയുന്നുണ്ട് ഇസ് പ്രിൻസ് വിത്ത് ഗോഡ്, ദൈവത്തോട് കൂടിയുള്ള ഒരു രാജകുമാരൻ എന്നുള്ളൊരു പുതിയ പദവിയിലേക്ക് അവനെ അനുഗ്രഹിച്ച് ദൈവം ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഇടപെടാൻ നോക്കുമ്പോൾ ദൈവം നമ്മളെ അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നടന്നു നിൽക്കും. എങ്കിലും നമ്മൾ അതുകൊണ്ട് ദൈവത്തെ ഉപേക്ഷിക്കാതെ ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് പറഞ്ഞ് ദൈവത്തെ മുറുകെ പിടിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കിട്ടും. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. God wants us to come back to him. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. പാപം വഴി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഒരു ജനമാണെങ്കിലും ദൈവം നമ്മളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. ഹി വാണ്ട്സ് us to come back. നേരത്തെ പറഞ്ഞതുപോലെ ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ആ ധൂർത്തപുത്രൻ്റെ ഉപമ എടുക്കുകയാണെങ്കിൽ അവിടെയും പിതാവ് ആ മകൻ ആ ഭവനത്തിൽ നിന്ന് പോയപ്പോൾ തന്നെ അവനെ ക്ഷമിച്ചു, അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ ക്ഷമിച്ചു. പിന്നെ ഒരേ ഒരു കാര്യം മാത്രമാണ് ആ പിതാവ് ആഗ്രഹിച്ചത്, ആ മകൻ്റെ തിരികെ വരവ്. Are you with me? ഇന്ന് നമ്മൾ ഏതവസ്ഥയിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ തിരികെ വന്ന് രമ്യപ്പെടണമെന്നാണ്. ആ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വന്ന് ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാവണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, നിങ്ങൾക്ക് ദൈവമായിട്ട് ഇന്നൊരു ബന്ധമില്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഇന്ന് ദൈവം പറയുകയാണ്, പ്ലീസ് കം ബാക്ക്. ഞാൻ നിനക്ക് വേണ്ടി നിന്നെ കാത്തിരിക്കുകയാണ്, നിന്നെ തിരികെ എൻ്റെ ഭവനത്തിൽ എന്നെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണെന്ന്. ദർ ഇസ് എ ഗോഡ് ഹു ഇസ് വെയിറ്റിംഗ് ഫോർ us ടു കം ബാക്ക്. ആ റെക്കൺസിലിയേഷൻ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 19-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദർ ഇസ് എ റെക്കൺസിലിയേഷൻ ദാറ്റ് ഇസ് റിക്വയർഡ്. ഒരു അനുരഞ്ജന, ഒരു രമ്യത ദൈവവുമായിട്ട്. വായിച്ചേ. ദൈവം ലോകത്തിന് ലംഘനങ്ങൾ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളെ ഭരമേൽപ്പിച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, റോമർക്ക് ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് നമ്മൾ പാപികളും ദൈവവുമായിട്ട് ശത്രുതയിലായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മളെ സ്നേഹിച്ചതിൻ്റെ അളവ് എത്രയാണ്? സ്വന്തം പുത്രനെ ഒരു ബലിയായിട്ട് ആ കുരിശയിൽ ഏൽപ്പിച്ചു. അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമായിട്ട് നമ്മൾ രമ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് ഒന്ന് വായിച്ചേ. റോമൻസ് 5:8. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. പിന്നെ അടുത്ത വചനം ഒന്ന് വായിച്ചേ. നാം ഇപ്പോൾ തന്നെ
അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടുവെങ്കിൽ അവൻ മുഖാന്തരം ഇനിയും നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. Hallelujah. എത്രയധികം the love of God will be so much that he will save you from the wrath of God. Hallelujah. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പിതാവുമായിട്ട് രമ്യപ്പെടണം എന്നുള്ളത്. 1 തിമോത്തി 4-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട് ദാറ്റ്. പക്ഷേ ചില വ്യക്തികൾ ആ ദൈവത്തിൻ്റെ രമ്യതയെക്കുറിച്ച് അറിയാതെ, ദൈവം ആ കുരിശ ചെയ്ത ആ യാഗത്തെക്കുറിച്ച് അറിയാതെ അവരുടെ സ്വന്തം പ്രയത്നത്താൽ അവർ ആ രക്ഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്ന് വായിക്കുക, 1 തിമോത്തി 4:1-2 വചനങ്ങൾ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ശ്രദ്ധിച്ച് വിശ്വാസത്തിൽ നിന്ന് പിന്മാറുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. അപ്പോൾ എന്താണ് വിശ്വാസം? എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം ഇതാണ്, എൻ്റെ രക്ഷ യേശു ക്രിസ്തു വഴിയാണ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. എൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് യേശു ക്രിസ്തു രക്തം ചിന്തി എനിക്ക് ദൈവത്തിൻ്റെ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്നെ നീതീകരിച്ചൊരു ദൈവമുണ്ട്. ദാറ്റ് ഈസ് ദ ഡോക്ട്രിൻ, ദാറ്റ് ഈസ് ദ ബിലീഫ്. പക്ഷേ പറയുന്നത് എന്താണ്? The expression provides that in latter times some will depart from the faith, giving heed to deceiving spirits and doctrines of demons. കാരണം ഒരിക്കലും ആ സാത്താന് ആ കുരിശിലുള്ള പ്രവൃത്തിയാണ് അവൻ്റെ തല ദൈവം നശിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വചനം പറയുന്നുണ്ട്, ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ കുരിശ് മരണം വഴി നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി കിട്ടിയ ആ രക്ഷയാണ് സാത്താൻ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് എപ്പോഴും ആ കുരിശിൽ നിന്ന്, അല്ലെ ദൈവത്തിൻ്റെ രക്തത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടുമെന്നുള്ളത് സാത്താൻ നമ്മളെ അറിയിക്കാതെ അത് മറച്ചു വെച്ചിട്ട് നല്ല പ്രവൃത്തികളും നിയമത്തിൻ്റെ അനുസരണത്തിൻ്റെ അടിയിലുമൊക്കെ നമ്മൾ രക്ഷ തേടണമെന്ന് ഒരു കബളിപ്പ് വഴി അവൻ നമ്മളെ പഠിപ്പിക്കുവാൻ നോക്കുകയാണ്. പിന്നെ 2-ാമത്തെ വചനം വഴി, കാപട്യത്താൽ വ്യാജം പറയുന്നവരുടെ മനസ്സാക്ഷി ചുട്ടുപഴുത്ത ഇരുമ്പ് കൊണ്ട് എന്ന പോലെ കത്തിക്കരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അവിടെ പറയുന്നുണ്ട് that their conscience is seared, speaking lies in hypocrisy, having their own conscience seared with a hot iron. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, seared എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു അടയാളം ഇടുക. ഇങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ഗ്രീക്ക് അതിൻ്റെ ഒറിജിനൽ വേർഡ് ഇതാണ്, ചില ടഫായി പറയുന്നത് നോസ്തിയാറിയാസോ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ടു ബ്രാൻഡ്. നമുക്കറിയാം തമിഴ്നാട് നിന്നൊക്കെ കാളകൾ വരുന്നുണ്ടല്ലോ, ചാപ്പ കുത്തുക. ഹല്ലേലൂയ, ദാറ്റ്സ് റൈറ്റ്, ചാപ്പ കുത്തുക. സോ ഇറ്റ് ഈസ് ഹീ ഈസ് ബ്രാൻഡിങ് യു, ദാറ്റ് നമ്മളുടെ ആ കോൺഷ്യൻസിനെ ബ്രാൻഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ടു സിയർ വിത്ത് എ ഹോട്ട് അയൺ. അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്ന ഒരു നമ്മളുടെ കോൺഷ്യൻസിനെ അത് ബ്രാൻഡ് ചെയ്ത് കളയുകയാണ്. ആ ദൈവത്തിൻ്റെ എന്നാ പറയുന്ന ആ രക്ഷയുടെ ആ പ്രവൃത്തിയിൽ നിന്ന് നമ്മളെ മാറ്റി നമുക്ക് ഒരു വ്യാജമായ ഒരു രക്ഷ അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ട് ഒരു വഴി രക്ഷയ്ക്ക് തേടുവാൻ വേണ്ടി അവൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഓരോരുത്തർ നോക്കുകയാണെങ്കിൽ ഈ സിയറിംഗ് എന്ന് പറയുന്നതും പിന്നെ മെഡിക്കൽ ടേംസിൽ പറയുന്നുണ്ട് കോട്ടറൈസേഷൻ, അല്ലേ? കോട്ടറൈസേഷൻ എന്ന് കത്തിച്ച് കളയുക, കരിച്ച് കളയുക. അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഇൻസെൻസിറ്റിവിറ്റി വരുന്നുണ്ട്. കാരണം അവിടുത്തെ നെർവ് എൻഡിങ്സ് ഒക്കെ കത്തിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ കോൺഷ്യൻസിനെ അത് സിയർ ചെയ്ത് കോട്ടറൈസ് ചെയ്ത് ഇൻസെൻസിറ്റീവ് ആക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈ ഡിസെപ്ഷൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പാപം നമ്മളെ ഓവർ പവർ ചെയ്യുമ്പോൾ പോലും നമുക്ക് വി ആർ നോട്ട് സെൻസിറ്റീവ് ടു God's word or sensitive to the work that has been done at the cross at Calvary. ഹെബ്രായർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, for the law brings a shadow of the good things to come and not the very image of the things, can never with the same sacrifices which they offer continually year by year make those who approach perfect. For then would they not have ceased to be offered, for the worshippers once purified would have had no more consciousness of sin. So watch. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമാണ്, അത് കാര്യങ്ങളുടെ യഥാർത്ഥ രൂപമല്ല. അതുകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ അർപ്പിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് പൂർണ്ണരാകുവാൻ ഒരിക്കലും കഴിയുകയില്ല. അല്ലെങ്കിൽ ആരാധകർ ഒരിക്കൽ ശുദ്ധീകരണം പ്രാപിച്ച ശേഷം പിന്നീട് പാപബോധം ഇല്ലാത്തതിനാൽ യാഗാർപ്പണം നിന്നുപോകുകയില്ലല്ലോ. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നതാണ്, ആ പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബലികൾ
അത് ഒരു കാളയോ ഒരു ആടോ മാടോ അതിൻ്റെയൊക്കെ ബലികൾ കൊണ്ട് നമുക്ക് പാപമോചനം ഒരിക്കലും കിട്ടുകയില്ല. കാരണം പാപമോചനം കിട്ടുമായിരുന്നുവെങ്കിൽ പിന്നെ ആ ബലി ആവർത്തിക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ലായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതാണ്, അത് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബലി. അപ്പോൾ ആ ബലി വഴി നമുക്ക് പാപമോചനം ഒരിക്കലും കിട്ടുകയില്ല. കാരണം അങ്ങനെ കിട്ടുമായിരുന്നുവെങ്കിൽ ആ ബലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ആ പാപത്തെക്കുറിച്ച് ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകുകയില്ല. കാരണം നമ്മൾ പാപം പിന്നെ ചെയ്യുന്നില്ല. പക്ഷേ ഈ ബലി, ദാറ്റ് ഈസ് കാളയോ അല്ലെങ്കിൽ മാടിൻ്റെയൊക്കെ ബലിയിൽ നിന്ന് വരുന്നതെന്ന് വെച്ചാൽ അത് നമ്മളെ പാപത്തെക്കുറിച്ച് മാത്രം ഓർപ്പിക്കുകയാണ്. ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എ കോൺഷ്യസ്നെസ് ഓഫ് സിൻ. ഇറ്റ് ഈസ് എ റിമൈൻഡർ ഓഫ് സിൻ. കാരണം ആ പാപത്തിന് വേണ്ടി നമ്മളിത് ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ പാപം ചെയ്യും. അപ്പോൾ ഈ ബലി എനിക്ക് പാപത്തിൽ നിന്ന് പൂർണ്ണ മോചനം കിട്ടുന്നുമില്ല. പക്ഷേ ബലി എന്നെ ഈസ് എ റിമൈൻഡർ. അതാണ് അടുത്ത വചനം, 3-ാമത്തെ വചനം, ഹീബ്രൂസ് 10:3 പറയുന്നത്. ബട്ട് ഇൻ ദോസ് സാക്രിഫൈസസ് ദർ ഇസ് എ റിമൈൻഡർ ഓഫ് സിൻസ് എവറി ഇയർ. അപ്പോൾ പാപത്തെക്കുറിച്ച് എന്നെ പിന്നെയും ഓർപ്പിക്കുകയാണ് അങ്ങനത്തെ ബലികൾ. കാരണം അടുത്ത വചനം പറയുന്നത്, ഫോർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ദാറ്റ് ദ ബ്ലഡ് ഓഫ് ബുൾസ് ആൻഡ് ഗോഡ്സ് കുഡ് ടേക്ക് അവേ സിൻസ്. കാരണം ഈ മൃഗങ്ങളുടെ രക്തം പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നില്ല. 3-4 ഒന്ന് വെച്ച്. എന്നാൽ യാഗങ്ങളാൽ ആണ്ടുതോറും പാപങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാകുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നതല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഈ പഴയ നിയമത്തിലുള്ള ബലി ഒരിക്കലും പാപത്തെ മോചനം കിട്ടുന്നില്ല, പാപം മൂടുന്നു മാത്രം. ഇറ്റ്സ് ഓൺലി കവേഴ്സ് അപ്പ് ദ സിൻ. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് അവേ ദ സിൻ ഫ്രം അവർ ലൈഫ്സ്. പക്ഷേ നമ്മൾക്കറിയാം, ആ യേശു ആകുന്ന ആ കുഞ്ഞാടിൻ്റെ രക്തത്താൽ, ആ ബലിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായി പാപത്തിൽ നിന്ന് ഒരു മോചനം കിട്ടുകയാണ്. മോചനം മാത്രമല്ല, നമ്മൾക്ക് ആ പാപത്തെ ചെറുത് നിൽക്കുവാനുള്ള, അതിൽ നമുക്കൊരു വിജയം കിട്ടുവാനുള്ള ദൈവത്തിൻ്റെ ഒരു കഴിവും ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് കിട്ടുകയാണ്. അപ്പോൾ നമ്മളിൽ ശരിയായ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ആടിൻ്റെയോ മാടിൻ്റെയോ ബലിയുടെ അടിസ്ഥാനത്തിലല്ല. ബട്ട് ഇറ്റ് ഈസ് ബിക്കോസ് ദർ ഇസ് എ ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ അസ്. നമ്മുടെ ഉള്ളിൽ ഒരു അൺകോൺഷ്യസ് ആയിട്ട് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ നമ്മളിൽ ഒരു പുതിയൊരു സൃഷ്ടിയായി മാറുകയുള്ളൂ. അങ്ങനെ യേശു ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗലേഷ്യൻസ് 2-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ, ഇനി മുതൽ ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നത് ആ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരു കാളയുടെയോ അല്ലെങ്കിൽ ഒരു ആടിൻ്റെയോ ബലിയുടെ അടിസ്ഥാനത്തിൽ അല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 9-ാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട്, then those who heard it, being convicted by their conscience, went out one by one, beginning with the oldest even to the last. ഈ വചനം നമുക്കറിയാം, ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഒരു വചനമാണത്. ഒന്ന് വായിച്ച സിസ്റ്റർ. അവർ അത് കേട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം നിമിത്തം മൂത്തവർ മുതൽ ഇളയവർ വരെ ഓരോരുത്തരായി വിട്ടുപോയി. യേശുവും നടുവിൽ നിന്നിരുന്ന സ്ത്രീയും മാത്രം ശേഷിച്ചു. അവർ കേട്ടത് എന്താണ്? നിങ്ങളിൽ പാപമില്ല. ദൈവത്തിൻ്റെ വചനമാണ് അവർ കേട്ടത്. അവർ കേട്ടപ്പോൾ ദൈവത്തിൻ്റെ വചനം അവരെ കൺവിക്റ്റ് ചെയ്തു. ദൈവത്തിൻ്റെ വചനം കൺവിക്റ്റ് ചെയ്തതുകൊണ്ട് അവർ പാപത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായി. അവർ പാപികളാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയും അവിടെ നിന്ന് അവർ മാറിപ്പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ്? ബലിയുടെ അടിസ്ഥാനത്തിലല്ല, അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് എഫീഷ്യൻസ് ലേഖനത്തിൽ പറയുന്നത്, യു ഹാവ് ബീൻ ക്ലെൻസ്ഡ് ബൈ ദ വാഷിംഗ് ഓഫ് ദ വാട്ടർ ബൈ ദ വേർഡ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് ദൈവത്തിൻ്റെ നന്മ നമ്മൾ അറിയുമ്പോൾ, ആ നന്മയെക്കുറിച്ച് നമ്മൾക്ക് ഒരു അറിവ് കിട്ടുമ്പോൾ ആ നന്മ നമ്മളെ ദൈവത്തിലേക്ക് ആകർഷിക്കും. ഇറ്റ് ഈസ് ലൈക്ക് ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ലീഡ്സ് us to God. ദൈവത്തിൻ്റെ നന്മ, ദൈവം ചെയ്ത ഏറ്റവും വലിയ നന്മ എന്താണ്? അപ്പം അല്ലെ, 5 അപ്പവും 7 മീനും വലുതാക്കി, അല്ലേ, വർദ്ധിപ്പിച്ചു, അല്ല, കുരുടർക്ക് കാഴ്ച കൊടുത്തു. ദൈവം നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നന്മ, ദ ഗുഡ്നെസ് ഓഫ് ഗോഡ് ഈസ് യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ, that God so loved the world that he gave his only begotten son, that whosoever believeth in him
shall not perish but have everlasting life. അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ that goodness of God, that love of God will lead you to God. ദൈവത്തിലേക്ക് നമ്മളെ ആകർഷിക്കും. ഇന്ന് പ്രിയപ്പെട്ടവരെ, വളരെ അധികം വ്യക്തികൾക്കും യേശുക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ അടിസ്ഥാനത്തിൽ വചനം ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാൻ പറ്റാത്തത്. വചനം ആഗ്രഹിക്കുന്നത് എന്താണ്? ഹിയർ ഓഫ് ഇസ്രായേൽ, the Lord thy God is one God. You shall love the Lord thy God with all your heart. നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ നീ സ്നേഹിക്കണം എന്ന് പറയുന്നത് അനുസരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണ്? ദേ ആർ നോട്ട് ഏബിൾ ടു അപ്രീഷിയേറ്റ്. അവർക്ക് ആ ദൈവം ആ കുരിശിൽ ചെയ്ത ആ പ്രവൃത്തിയെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ പ്രവൃത്തി അവരെ ദൈവത്തിലേക്ക്, യേശുവിലേക്ക് ആകർഷിക്കുന്നില്ല. Are you with me? Are you with me? So it is the goodness of God. നമുക്ക് ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് എനിക്കൊരു അറിവ് കിട്ടുമ്പോൾ ആ നന്മ എന്നെ ദൈവത്തിലേക്ക് ആകർഷിക്കും. So today, what is urgently needed, my dear brother, my dear sister, is to understand the finished work at the cross at Calvary. കുരിശേൽ ചെയ്ത ദൈവം ചെയ്ത ആ പ്രവൃത്തി, അത് പൂർത്തീകരിച്ചൊരു പ്രവൃത്തിയാണ്. അതിൽ ആർക്കും കൂട്ടാൻ പറ്റുകയില്ല. ആരും ഇനി ഒരു ബലി അർപ്പിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു ഒരിക്കൽ എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ ഒരു ബലി വസ്തുവായിട്ട് മരിച്ചു. ആ ബലിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ, കാരണം എന്താണ്? യേശുക്രിസ്തു ആ കുരിശേൽ മരിക്കേണ്ടതിന് പകരം നിങ്ങൾ ഓരോരുത്തരും, ഞാനും ഉൾപ്പെടെ, നമ്മളാണ് അവിടെ കയറി മരിക്കേണ്ടത്. അതിനു പകരം ദൈവം നിയമം പൂർത്തീകരിക്കാൻ വേണ്ടി, കാരണം പാപമോചനത്തിന് രക്തം ചിന്തന എന്നുള്ള ലേവ്യരുടെ പുസ്തകത്തിലുള്ള ആ നിയമം പൂർത്തീകരിക്കാൻ വേണ്ടി യേശുക്രിസ്തു രക്തം ചിന്തി. ഞാൻ മരിക്കേണ്ട സ്ഥലത്ത് യേശുക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായിട്ട് മരിച്ചു. പ്രിയപ്പെട്ടവരെ, അതിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുകയില്ല. Then give your own life. അല്ലേ? നമ്മൾക്ക് ജീവൻ വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ സ്നേഹം കാണിക്കാൻ പറ്റുകയില്ല. God loved you so much, loved me and you, everybody. My dear brother, my dear sister, God loves you so much that his son died for you. Today is the day that you can be reconciled with God. ദൈവം ആഗ്രഹിക്കുന്നത് come back എന്നാണ്. നമുക്കറിയാം, ലൂക്കയുടെ സുവിശേഷം 1 യോഹന്നാൻ 4:10 വായിക്കുക. അവിടെ പറയുന്നുണ്ട്, in this is love, not that we loved God, but that he loved us and sent his son to be a propitiation for our sins. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ the greatest manifestation of that love is Jesus Christ dying on the cross. Are you with me? വായിച്ചേ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നതിനെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ സ്നേഹിക്കുന്നുള്ളതിൻ്റെ ഒരു അടയാളമായിട്ട് പല വ്യക്തികളും ചെയ്യുന്നതാണ്, ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ 50 പൈസ പെട്ടിക്കകത്തിടും, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വല്ലപ്പോഴും പോകുമ്പോൾ ഒരു കപ്പലയുടെ അവിടെ ചെല്ലുമ്പോൾ 2 മെഴുകുതിരി കത്തിക്കും. ഹലോ, അല്ലെങ്കിൽ ഒരു പെരുന്നാൾ നടക്കുമ്പോൾ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിച്ചത് നിങ്ങൾക്ക് ചില്ലറ കാര്യങ്ങൾ തന്നിട്ടല്ല. ദൈവം നിങ്ങളെ സ്നേഹിച്ചത് ദൈവത്തിൻ്റെ സ്വന്തം മകൻ യേശു ക്രിസ്തുവിനെ ഒരു ബലിയായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ സ്നേഹത്തിന് പ്രതികൂലമായിട്ട് ഹൗ കെൻ ഐ റീപേ ദാറ്റ് ലവ്? എൻ്റെ ജീവിതം യേശുവിന് കൊടുക്കുക. Are you with me? Hallelujah. എനിക്ക് വേണ്ടി ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുല്യമായ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറായിരിക്കണം. Are you willing to die for Jesus? Are you willing to give your life to Jesus? അങ്ങനെയാണെങ്കിൽ പൗലോസ് പറയുന്നത് പോലെ, ഞാൻ യേശുവിനോട് കൂടെ ക്രൂശിതനായി എന്ന് പറയാൻ പറ്റണം. It is no longer I who live, but Christ lives in me. And the life I now live in the flesh, I live by the faith of the Son of God, who loved me so much that he gave himself for me. പ്രിയപ്പെട്ടവരെ, യേശു ആ സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. നീ നിന്റെ കർത്താവായ ദൈവത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ചില്ലറ കാശ് നീ പോയി ആ പെട്ടിക്കകത്തിടണമെന്നല്ല പറയുന്നത്. നിന്റെ ഹൃദയം കൊടുക്കണം, നിന്റെ ജീവിതം കൊടുക്കണം. That is what God is expecting you to do. ആ ജീവിതം കൊടുക്കുന്നത് എങ്ങനെയാണ് സഹോദര സഹോദരി? ദൈവം നിങ്ങളെ പിന്നെയും ഫിലിപ്പീൻസിലൊക്കെ നടക്കുന്നത് പോലെ ആ ദുഃഖ വെള്ളിയാഴ്ച പോയി കുരിശേ കയറണം എന്നല്ല പറയുന്നത്. Are you with me? God is telling, I loved you so much that I gave my son. Now you demonstrate your love by obeying my word. എൻ്റെ വചനം അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കാണിക്കുക. How many of you are willing to demonstrate that love? പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രക്തം ചിന്തി നിങ്ങൾ ചെയ്യണമെന്നില്ല. ദൈവം പറയുന്നത്, വചനം പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇഫ് യു ലവ് മീ
you will obey my commandments. വചനമെല്ലാം അനുസരിച്ച് വചനത്തിൻ്റെ കീഴിൽ ജീവിക്കുക. That is a demonstration of our love for Jesus. അല്ലാതെ നിയമം പറയുന്ന ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ചില പുരോഹിതന്മാരോ പാസ്റ്റേഴ്സോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിലൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്ന ആ സ്നേഹം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആ സ്നേഹം ദൈവത്തിൻ്റെ വചനം വള്ളി പുള്ളി മാറാതെ അനുസരിക്കുക. Live a life obedient to the word. How many of you are willing to do that? Hallelujah, praise God. പിന്നെ ലൂക്കായുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 20 മുതൽ 25 വരെ വചനങ്ങൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ദൈവത്തിന് പാപങ്ങൾ ക്ഷമിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. കാരണം പാപം ക്ഷമിക്കുവാൻ വേണ്ടി ചെയ്യേണ്ട ആ കാര്യം ആ യേശു ക്രിസ്തു ചെയ്തതാണ്. ആ കുരിശേല് രക്തം ചിന്തി പാപത്തിന്, ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പാപത്തിന് വേണ്ടി ആ യേശു ക്രിസ്തു വില കൊടുത്തവനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് പാപം മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. He is a God who is able to forgive sins. Are you with me? ഇന്ന് നമ്മൾ എങ്ങനെയാണ് പാപം പൊറുക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? കുറച്ച് പ്രാർത്ഥനകൾ ചെല്ലുക. Are you with me? കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പ്രാർത്ഥനകൾ ചെല്ലുക. അങ്ങനെയാണ് പാപമോചനം കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, പാപമോചനം കിട്ടുന്നത് പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല. പാപമോചനം കിട്ടുന്നത് ആ പാപത്തിന് പരിഹാരമായിട്ട് ജീവൻ കൊടുത്ത യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ വരുമ്പോഴാണ് പാപമോചനം കിട്ടുന്നത്. Are you with me? ഒന്ന് വായിച്ചേ, ലൂക്ക 5-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. അവരുടെ വിശ്വാസം കണ്ട് അവൻ, മനുഷ്യ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് അവിടെ അറിയാമായിരുന്നു. അവിടെ വന്നിരുന്നത് തളർച്ചവാദമിട്ട ഒരുത്തനാണ്. അവന് നടക്കാൻ മേല, 4 പേര് പൊക്കിക്കൊണ്ടുവന്നവനാണ്. പക്ഷേ ദൈവത്തിന്, യേശു ക്രിസ്തുവിന് അറിയാമായിരുന്നു അവൻ്റെ ശാരീരിക സൗഖ്യത്തിനേക്കാൾ കൂടുതൽ അവൻ്റെ ആത്മീയ സൗഖ്യമാണ് ആവശ്യമെന്ന്. ഇന്ന് റിട്രീറ്റുകൾക്കും ഇന്ന് പല കൺവെൻഷനുകൾക്കും ആൾക്കാർ പോകുന്നത് എന്തിനാണ്? കുറച്ച് സൗഖ്യം കിട്ടുവാൻ വേണ്ടി, കള്ളുകുടിയിൽ നിന്ന് മോചനം കിട്ടുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് ഒരു മോചനം കിട്ടുവാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, സഹോദര സഹോദരി, ഞാൻ പറയുന്നത്, നിങ്ങളുടെ ആത്മാവിന് സൗഖ്യം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ട് സൗഖ്യം കിട്ടും. ബിക്കോസ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധമായി തരുവാൻ വേണ്ടിയാണ്. എൻ്റെ യേശു എൻ്റെ ആത്മാവിനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം എൻ്റെ ദൈവം എനിക്ക് തരുമെന്ന്. How many of you believe that? Hallelujah.